ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, ഒരു ചിന്ത, ദൈവം തന്ന ഒരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ദൈവത്താൽ ശരണപ്പെടുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൽ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞതിൻ്റെ ചില ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ആ ആത്മാവ് നമ്മളെ നയിക്കപ്പെടുവാനിടയാണ്. ഹല്ലേലൂയ. നമ്മുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അനേകം പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. ഇന്നലെ വരെ നമ്മൾക്ക് എതിരായി, അല്ലെങ്കിൽ ഇന്നലെ വരെ നമ്മളെ സ്നേഹിച്ചു നിന്നവരൊക്കെ തന്നെ ചിലപ്പോൾ നമ്മളെ എതിർത്തേക്കാം. നമ്മളെ ചേർത്ത് പിടിച്ചവരൊക്കെ തന്നെ നമ്മളെ തള്ളിക്കളഞ്ഞേക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ആ നമ്മളെ ചേർത്ത് പിടിച്ചവർ തള്ളിക്കളഞ്ഞാലും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ ഒരു അഭിഷേകം ദൈവം നിന്റെ അകത്തിട്ട് തരും. ഹല്ലേലൂയ. ആ പ്രതിസന്ധിയിൽ നിന്ന് ജയിക്കാൻ നമുക്കൊരു അഭിഷേകത്തെ ദൈവം പകർന്നു തരും. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന് വെച്ചാൽ ചില പരീക്ഷണങ്ങളെ ജയിക്കാൻ പ്രാപ്തമാക്കുന്നതാണ്. ഹല്ലേലൂയ. ജീവിത പ്രതിസന്ധികളിലായിരിക്കുന്നവർ, അല്ലെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളോട് പറയും, നമുക്കിനിയൊരു ഉയർച്ചയില്ല, നമ്മൾ മുൻപോട്ട് വരില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെയാണ് നീ സഞ്ചരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദൈവമക്കളെ, നിന്റെ ജീവിതം തകർക്കപ്പെടില്ല. ആ തകർന്ന സാഹചര്യത്തിൽ നിന്നാണെങ്കിലും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറഞ്ഞതിൻ്റെ ചില ലക്ഷണം നമ്മൾ എപ്പോഴും പറയും, ഞങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ്, ഞങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിച്ചവരാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാവണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരമുണ്ടാകണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ്റെ അകം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഇന്നലെ മുതൽ നമ്മൾ പാപകരമായ അവസ്ഥയിൽ നിന്നാണെങ്കിൽ നീ ഇന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ